ഹായ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇത്. ഇന്നലെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു. ഒളിപ്പിച്ചു വെച്ച ബർത്ത്ഡേ ഡേറ്റ് അച്ഛൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയി. അത് കേൾക്കേണ്ട താമസം അരുണും ഷൈനിമോളും അനന്തവും എൻ്റെ സിസ്റ്റർ എല്ലാം കൂടി ചേർന്ന് അവരൊരു കേക്കെല്ലാം അറേഞ്ച് ചെയ്തു. ഡേറ്റെല്ലാം അച്ഛൻ്റെ വായിൽ നിന്ന് വീണെങ്കിലും അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സെലിബ്രേഷൻ. സർപ്രൈസായിട്ട് അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അച്ഛൻ അളിച്ച് നിന്നുപോയി. സെലിബ്രേഷൻ്റെ കാര്യം അച്ഛൻ അറിഞ്ഞപ്പോൾ അച്ഛൻ അയ്യോ ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ഒരുങ്ങി വന്നേനെ എന്നായി. അപ്പോഴത്തേക്കും ചിന്നും ഷൈനിമോളും എല്ലാവരും കൂടെ ചേർന്ന് അച്ഛനെ ഒരുക്കി രണ്ടാമത് റീഷൂട്ടൊക്കെ എടുത്ത് ഹാപ്പി ബർത്ത്ഡേ പാടി അച്ഛനെ വരവേറ്റു. വലിയ സെലിബ്രേഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞ അച്ചു എന്തെന്നില്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിന്നെ അച്ചുവിൻ്റെ കണ്ണുകൾ കേക്കിലേക്കായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അങ്ങ് കേക്ക് മുറിച്ചു. കൂട്ടത്തിൽ 2 ഗായകരുള്ളതുകൊണ്ട് അവരങ്ങ് പാടി തിമർത്തു. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു സ്പെഷ്യൽ പിറന്നാളാട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള ആദ്യത്തെ പിറന്നാളായിരുന്നു കേട്ടോ. കേക്ക് മുറിച്ച് അച്ചു ഒരു കഷ്ണം എൻ്റെ വായിൽ വെച്ച് തന്നു കേട്ടോ. ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും കൊടുക്കണം എന്നാണല്ലോ. ഞാനൊരു കഷ്ണം അച്ഛനും തിരിച്ചു കൊടുത്തു കേട്ടോ. ആരോ പറഞ്ഞ പോലെ വാ മക്കളെ വാ എന്ന് പറഞ്ഞ് അച്ചു കേക്ക് നീട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഗണപതിക്ക് തുടങ്ങിയിട്ട് വേണമല്ലോ എല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ആദ്യം തന്നെ പെങ്ങൾക്ക് കൊടുത്തു. പിന്നെ ഷൈനിമോള് വന്നു, അരുൺ വന്നു. അരുൺ കേക്കും വാങ്ങി തിരിച്ചു പോയപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ അച്ഛനൊരു കഷ്ണം കൊടുത്തില്ലല്ലോ എന്ന്. പിന്നെ തിരിച്ചു വന്ന് അച്ഛനൊരു കഷ്ണം കൊടുത്തു. രണ്ടാമത് അച്ചു കേക്ക് നീട്ടിയപ്പോൾ ഇത് നിനക്കുള്ളതല്ല, ഇത് അനന്തനുള്ളതാന്ന് പറഞ്ഞ് അരുണിനെ പറ്റിച്ചു വിട്ടു. അത് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എൻ്റെ പെങ്ങൾ അരുണിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. പരിപാടി കളറായ സ്ഥിതിക്ക് ഇനി ഫുഡാണല്ലോ മസ്റ്റ്. ഫുഡിന് വേണ്ടി ഞങ്ങൾ ചിക്കനെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങൾ ഗ്രില്ല് ചെയ്തു. കൂടെ പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അതാരാണെന്നല്ലേ? അത് ഞങ്ങളുടെ കുണ്ടപ്പനും കുണ്ടമ്മയും. ഇവരെ കാത്തിരുന്ന് ഞങ്ങളുടെ വയറ് കരയാൻ തുടങ്ങി. പണ്ടാരോ പറഞ്ഞ പോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവനില്ലാതെ എന്ത്. ഈ കാര്യത്തിൽ കുണ്ടപ്പൻ പുലിയ. എന്തൊരു കോൺസെൻട്രേഷൻ. പിന്നെ മിച്ചറായി, അച്ചാറായി, ബീഫായി, പിന്നെ മൊത്തം വേറൊരു വൈബ്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അച്ഛനൊരു സർപ്രൈസ് കൊടുത്തത്. ഇങ്ങനെയൊരു സർപ്രൈസ് ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു സന്തോഷ പൂമഴ പെയ്യുന്നുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഒരു ചെറിയൊരു ഡ്രസ്സും കുറച്ച് ചോക്ലേറ്റും. ഇതിന് നന്ദി എൻ്റെ ഫ്രണ്ട് ജോജിക്കാട്ടോ ഞാൻ പറയണ്ടേ. അവനാണിതെനിക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചത്. ബൈ ദ വൈ ഈ വീഡിയോ ഇവിടെ കഴിയാട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.